ഇടത്ത് നോക്കി സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെയാണോടാ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് വന്നിരിക്കുന്നത്. കർത്താവേ, എടുത്തേണ്ടി അങ്ങേരെ ഭർത്താവ് ആവാൻ പോകുന്നേളൂ, ആയിട്ടൊന്നുമില്ലല്ലോ. ഒരു അബദ്ധം പറ്റി. എനിക്കറിയാമായിരുന്നു ചേച്ചിയും കെട്ടാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന്. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും അത് പറ. അല്ല, വേറെ ആർക്കേ പറയൂ. അതെടാ, ഞാൻ എല്ലാവരുടെ അടുത്തും ചെണ്ടകൊട്ടി പാട്ടുപാടിയായിരുന്നു അതിനെ കുറിച്ച്. ആണോ? തേണ്ടി, ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയാളാണെങ്കിൽ എന്നെ വിടാനുള്ള ഉദ്ദേശമില്ല. നീ എന്താണ് പറയുന്നേ? അങ്ങേർക്ക് നിന്നോട് വല്ലതും? അല്ല, ഇപ്പൊ കല്യാണത്തിന് തിരക്കാ, നീ അങ്ങോട്ട് വന്നു. എടാ നിക്ക്, ഒരു കാര്യമായിട്ട് മുഴുവൻ പറയൂല, എന്നിട്ട് പറയാൻ സമ്മതിക്കൂല. ഏത് പോക്കുണ്ടല്ലേ, കല്യാണം മണ്ണം കെട്ടി. ജിമ്മി, ചേച്ചി നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നെയൊക്കെ കാത്തു നിന്നാ എന്റെ കൂടെ നിൽക്കണം എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? ഇന്ന് വാ എന്റെ കൂടെ. ഇങ്ങേരെന്തിനാ എന്നെ നോക്കിയിരിക്കുന്നേ? എന്റെ ചേച്ചിയുടെ കഴുത്തിൽ മിന്നു കിട്ടുകയാണെങ്കിൽ അവിടെ നോക്കിയ പോരെ. കർത്താവേ കാത്തോണേ. സോറി ടേ, ഡാഡിക്ക് നിർബന്ധമായിരുന്നു മാരേജ് കഴിഞ്ഞൊരു 1 വീക്ക് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. അതൊന്നും കുഴപ്പമില്ല ലിസ, ഐ ഹാപ്പി. താങ്ക് യു ടേ, താങ്ക് യു സോ മച്ച്. പിന്നെ ലിസ, 1 മിനിറ്റ്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 6 മന്ത്സ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും മാരേജ് ചെയ്തിരിക്കുന്നത്. തനിക്ക് എന്നെയോ എനിക്ക് തന്നെയോ ഇഷ്ടമല്ല. പിന്നെ 6 മാസത്തെ കോൺട്രാക്റ്റിനുള്ളിൽ നമുക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുവാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഐ എം സോറി ലിസ, ഐ എം ഓൾറെഡി ഫീലിംഗ് ഫോർ സം വൺ. കല്യാണത്തിന്റെ തലേദിവസം ലിസ, എല്ലാം നടന്നു കഴിഞ്ഞു. പിന്നെ തന്നെ വിഷമിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ബട്ട് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടാവില്ലെന്നും ഞാൻ കരുതുന്നു. പിന്നെ ഒരുപാട് സ്വാതന്ത്ര്യം എൻ്റെ അടുത്ത് എടുക്കാൻ നിൽക്കരുത്. വാണിംഗ് ആണത്, വൈഫാണെന്നും കരുതി. ഓക്കെ, താൻ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പുറത്തു പോവാം. ആരാ? ഈ നേരത്തെ ഞാരാന്നാവും. താനെന്താ ഇവിടെ ചെയ്യുന്ന ഈ നേരത്ത്? വെറുതെ എൻ്റെ ബേബി ഒന്ന് കാണാൻ വന്നതാ. ബട്ട് യു ലുക്കിംഗ് വെരി ഹോട്ട് മൈ ബേബി. സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. താൻ എന്താ ചെയ്യുന്നത്? എന്നെ വീട്. എൻ്റെ ചേച്ചി തനിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ. ബേബി ബോയ്, സ്റ്റോപ്പ് ഇറ്റ്. ഞങ്ങളുടെ മാരേജ് വെറും ഒരു കോൺട്രാക്റ്റാ. അവളൊന്നും വിചാരിക്കില്ല. I really want you today. Please, baby. താൻ എന്തൊക്കെ ഈ പറഞ്ഞേ? എന്നെ വിട്ട്. ഞാൻ എല്ലാരും വിളിച്ചു കൂട്ടും. എന്നാ എല്ലാരും വിളിക്കുന്നേ. Call everyone. വിട്. Don't move. Why did you stop? Please continue. Are you ready for this? Yeah, I want you. Call me Daddy. Please, Daddy. Your baby waiting for you.